RV ബാബു, എന്തുകൊണ്ടാണ് താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നതിനെ കുറിച്ച്? പക്ഷെ ഇവിടെ ഹുസൈൻ പറയുന്നു അവിടെ അങ്ങനെ ഈ പള്ളി ഉറൂസിനോടനുബന്ധിച്ച് നടന്ന ഒന്നല്ല, അതൊരു ദേശോത്സവത്തിന്റെ ഭാഗമായിരുന്നു. അത് ചില കുട്ടികൾ അങ്ങനെ ഉയർത്തിക്കാട്ടി, അതിൽ പങ്കെടുത്ത ചില ആളുകൾ അങ്ങനെ ഉയർത്തിക്കാട്ടി, അതിനെ ഹുസൈൻ ന്യായീകരിക്കുന്നുമില്ല. പള്ളി ഉറൂസിൻ്റെ ഭാഗമാണ് നടന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രതികരിച്ചിട്ടുള്ളത്. പള്ളി ഉറൂസിൻ്റെ ഭാഗമാണോ അല്ലയോ എന്നുള്ളതിനേക്കാൾ അവിടെ ഇപ്പോൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത നിലയ്ക്കാണെങ്കിൽ ദേശോത്സവം എന്നുള്ള പേരിൽ നടത്തിയ പരിപാടിയാണെങ്കിൽ പോലും അവിടെ ഈ നടന്ന കാര്യം നമുക്കൊട്ടും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ, ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള പ്രശ്നത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അങ്ങനെ ഇസ്രായേലും പാലസ്തീനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി വലിയ തോതിൽ ഇസ്രായേൽ കയറി ഹമാസിന്റെ ആക്രമണം നടന്നു. 10,500 പേര് കൊല്ലപ്പെട്ടു. അതിന് തിരിച്ചടിയായിട്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം നടന്നു. 40,000 പേര് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. അങ്ങനെയുള്ള ആക്രമണങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ആ വിഷയം കേരളത്തിൽ എന്താണ് ചർച്ച ചെയ്യേണ്ടത്? ഇവിടെ തികച്ചും നിഷ്കളങ്കമായി ഈ പറയുന്ന പിള്ളേര്, ചെറുപ്പക്കാർ, കുട്ടികൾ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ചില ഫോട്ടോസ് എടുത്ത് വെച്ചു എന്ന് പറഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കഴിയുന്ന ഒരു വാദമാണോ മഞ്ജുഷേ? ഇവർക്ക് എന്തേ അവരെ മാത്രം കിട്ടിയുള്ളൂ? ബാക്കി ആരെയും കിട്ടിയില്ലേ? ഗാന്ധിയെ കിട്ടിയില്ലേ? വിവേകാനന്ദനെ കിട്ടിയില്ലേ? അല്ലെങ്കിൽ വേണ്ട വക്കം മൗലവിയെ കിട്ടിയില്ലേ? എന്തേ അവരെ ആരെയും കിട്ടിയില്ല? പകരം ഈ പറയുന്ന ഹമാസിന്റെ നേതാക്കന്മാരെ കിട്ടി. ഹിസ്ബുള്ളയെ പോലുള്ള ചാവേർ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കുന്ന ഹിസ്ബുള്ളയുടെ നേതാവ് ഹസ്റുള്ള എന്ന് പറയുന്ന ആ ഭീകരവാദിയുടെ ചിത്രം എങ്ങനെ കിട്ടി? അപ്പോ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. നമുക്കറിയാം, ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഈ പാലസ്തീൻ ഹമാസ് ഈ പ്രശ്നം ഉയർന്നു വന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ സോളിഡാരിറ്റി ഹമാസിന്റെ ഒരു നേതാവ് ഖാലിദ് മാഷൽ എന്ന ഒരു നേതാവിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിന് വിസ കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹം വെർച്വലായിട്ട് മീറ്റിംഗിൽ പങ്കെടുത്തു. നമ്മൾ കണ്ടതല്ലേ. അതേപോലെ കേരള യൂണിവേഴ്സിറ്റി നടത്തിയിട്ടുള്ള യൂത്ത് ഫെസ്റ്റിവലിന് ഇന്തിഫാദ എന്ന പേര് കൊടുത്തുകൊണ്ട് ആ യൂത്ത് ഫെസ്റ്റിവലിനെ ഹമാസ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പാലസ്തീന്റെ മുന്നേറ്റം എന്ന് ഉപയോഗിക്കുന്ന ആ ഇന്തിഫാദ വലിയ തോതിലുള്ള അക്രമങ്ങളും അതേപോലുള്ള കൊലപാതകങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തുന്ന പാലസ്തീൻ മുന്നേറ്റത്തിന്റെ പേര് ഇന്തിഫാദ എന്ന പേര് കൊടുത്തുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ഒരു പരിപാടി നടത്താൻ ശ്രമിച്ചു. ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പൊ ഇത് തികച്ചും ഏകപക്ഷീയല്ല. ഞാൻ മഞ്ജുഷയെ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. മഞ്ജുഷ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് തോന്നുന്നു മഞ്ജുഷും ഒരുപക്ഷെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച് കാണണം. ഇന്ത്യ വിഷനിലെ മുൻ ന്യൂസ് എഡിറ്റോറിയൽ ഹെഡായിട്ടുള്ള MP ബഷീർ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരുന്നു, ഒരു കാര്യം വെളിപ്പെടുത്തിയിരുന്നു. എന്താണെന്നറിയാമോ? കേരളത്തിലെ ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി സൗദി അറേബ്യയിലെ കിങ് അസീസ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധം പുലർത്തി അവിടെ നിന്ന് പണം വാങ്ങി ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ റാഡിക്കലൈസ് ചെയ്യാൻ ഫണ്ട് കൈപ്പറ്റുന്നു എന്ന് പറഞ്ഞത് മഞ്ജുഷേ, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട MP ബഷീർ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകനാണ്, മുതിർന്ന പത്രപ്രവർത്തകനാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ആ പ്രസ്താവന നടത്തിയത്. അപ്പോൾ അതുപോലുള്ള കേരളത്തിലെ മുസ്ലിം സമുദായത്തെ റാഡിക്കലൈസ് ചെയ്ത് തീവ്രവാദ പക്ഷത്തേക്ക് നയിക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. കേരളത്തിൽ തീവ്രവാദ സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ അടുത്ത ദിവസമാണ് കോഴിക്കോട് NCHDR എന്ന് പറയുന്ന ഒരു മനുഷ്യാവകാശ സംഘടന തുടങ്ങാൻ തീരുമാനിച്ചത്. ആ സംഘടന ഏതാണ്? അത് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ്, മനുഷ്യാവകാശ സംഘടനയാണ്. ആ സംഘടന രൂപം മാറി അതേ ആളുകൾ തന്നെ രൂപം കൊടുത്തുകൊണ്ടൊരു സംഘടന രംഗത്ത് വരിക. ശക്തമായ എതിർപ്പ് അവിടെ ഉണ്ടായപ്പോൾ ആ സമ്മേളനം അവർക്ക് മാറ്റിവെക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരത്തിലെ തീവ്രവാദ സംഘടനകൾക്ക് വേരുറപ്പിക്കാൻ കഴിയുന്നത്? യാതൊരു സംശയവും വേണ്ട. നമ്മൾ സാധാരണ പറയും എല്ലാ തീവ്രവാദികളും അല്ലെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല. സത്യമാണത്, നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദത്തിന് പിന്തുണയ്ക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ, ഇസ്ലാമിക സംഘടനകൾ ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമി അത്തരത്തിലുള്ള ഒരു സംഘടനയാണെന്ന് ആരോപിച്ചത് സമസ്തയാണ്, സമസ്തയുടെ നേതാക്കന്മാരാണ്. അതെല്ലാം നമ്മുടെ കൺമുമ്പിൽ ഈ കഴിഞ്ഞ മാസം നടന്ന കാര്യമാണ്.
അപ്പൊ അതേപോലുള്ള തീവ്രവാദ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകൾക്ക് വെള്ളവും വളവും വെച്ചുകൊടുത്ത് അവരെ വളർത്തുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ. അല്ല, ഇപ്പോൾ ഇത് ബോധപൂർവം അവിടെ ചെയ്തു എന്നാണോ താങ്കൾ പറയുന്നത്? ബോധപൂർവം അവിടെ തൃത്താലയിൽ ഇങ്ങനെ ചെയ്തു എന്നാണോ ഹിന്ദു ഐക്യവേദി പറയുന്നത്, ശ്രീ ആർ വി ബാബു? തീർച്ചയായിട്ടും ബോധപൂർവം നടന്ന സംഭവമാണ്. ഇത് നിഷ്കളങ്കമായ സംഭവമേ അല്ല. അങ്ങനെ വരുത്താൻ ആരും ശ്രമിക്കണ്ട. ഇത് ബോധപൂർവമാണ്. അവരുടെ ഉള്ളിലെ വികാരമാണ്, അവരുടെ ഉള്ളിലേക്ക് കിട്ടിയിട്ടുള്ള വികാരം, അവർക്ക് പകർന്നു കിട്ടിയിട്ടുള്ള സന്ദേശം, ആ ചിന്ത, ആ സ്കൂൾ ഓഫ് തോട്ട്, അതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ബിംബങ്ങൾ അവരെ മഹത്വവൽക്കരിക്കുന്ന തരത്തിലേക്ക് വരുന്നത്. അതാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസമല്ലേ വാര്യൻകുന്നൻ മഹാനാണ് എന്ന് ഫിറോസ് പറഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസമല്ലേ വാര്യൻകുന്നന്റെ പിൻഗാമികളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞത്, ടിപ്പുവിന്റെ പിൻഗാമികളാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള തീവ്രവാദികളെ മഹത്വവൽക്കരിച്ച് അവരെയൊക്കെ ബിംബവൽക്കരിച്ച് ഈ സമുദായത്തിന്റെ ബിംബങ്ങളാക്കുക. മഞ്ജുഷെ, ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. അഷ്ഫുള്ള ഖാൻ എന്നൊരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ മഞ്ജുഷ്? അഷ്ഫുള്ള ഖാൻ ആരാണ്? അഷ്ഫുള്ള ഖാൻ എന്ന് ഈ മുസ്ലിം സമുദായത്തിലെ ഇവിടെ ഇരിക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ആരാണ് അഷ്ഫുള്ള ഖാൻ? ഭഗത് സിംഗിനോടൊപ്പം ഭാരതത്തിന്റെ ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതി ജീവത്യാഗം നടത്തിയ ഒരു മഹാനായ ദേശാഭിമാനി, ആദരിക്കപ്പെടേണ്ട ദേശാഭിമാനി. ആ അഷ്ഫുള്ള ഖാന്റെ ചിത്രം വെച്ചുകൊണ്ട് ഇവിടുത്തെ ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ യാത്ര നടത്തുന്നതോ സമരം നടത്തുന്നതോ അവരുടെ പരിപാടികളിലോ കണ്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടില്ല. അവര് സദ്ദാം ഹുസൈനെ വെക്കും, അവര് ഹമാസിന്റെ ഇസ്മായിൽ യാഹിയുടെ ചിത്രം വെക്കും, അവരതല്ലെങ്കിൽ ബിൻ ലാദന്റെ ചിത്രം വെക്കും, ബിൻ ലാദനെ കുറിച്ച് കവിത എഴുതും. ഇതെല്ലാം നമ്മൾ കാണുകയാണ്. ശരി, ശ്രീ ഹുസൈൻ, ഇത് ആസൂത്രിതമായ ഒന്നാണെന്ന് തന്നെയാണ് ഹിന്ദു ഐക്യവേദി പറയുന്നത്. താങ്കളും സമ്മതിച്ചതാണല്ലോ ഇത് ശരി.